കഥവ് കുറ്റിയിട്ടോ. ശരി മുത്തച്ഛ. ആരെ ഫോണിൽ വിളിക്കുന്നു? ബോസേ, ഇന്ന് എന്റെ ഫ്രണ്ട്സിന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് നന്നായിട്ട് അറിയാം. നമ്മളെ ശല്യം ചെയ്യാൻ വേണ്ടി വിളിക്കുക. നീ അതൊന്നും കേട്ട് ഡിസ്റ്റർബ് ആവണ്ട. ഓക്കെ? ഓ, അറ്റ്ലീസ്റ്റ് ആരാണെന്നെങ്കിലും നോക്ക്. ബോസേ, നീ എന്റെ കൺമുന്നിലുള്ളപ്പോ ഞാൻ ഒന്നും കേൾക്കുകയില്ല, കാണുകയില്ല. മാനേജർ എന്നാ കാണിക്കുന്നേ. എന്തെങ്കിലും എമർജൻസി ആണോ എന്തോ? മാനേജറോ? അയാളെന്താ ഈ സമയത്ത് വിളിക്കുന്നേ? ലീവ് ആണെങ്കിലും വിടില്ല. ഹലോ സിദ്ധാർത്ഥ്, എത്ര തവണ നിന്നെ ഞാൻ ഫോൺ ചെയ്തു. നീ ചെയ്ത പ്രസന്റേഷൻസിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ട്. ആ ഫയൽ നീ ഇപ്പൊ തന്നെ റിവേഴ്സ് ചെയ്ത് തരണം. സാറ് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴോ? അതെ, സാർ നിന്റെ മെയിലിനായി കാത്തിരിക്കുകയാണ്. ഹി ഈസ് വെയിറ്റിംഗ്. സെൻഡ് ആസ് സൂൺ ആസ് പോസിബിൾ. അത് പിന്നെ സാർ, ഇറ്റ്സ് ഓക്കെ സിദ്ധാർത്ഥ്, നീ നിന്റെ ജോലി ചെയ്യേ. ബോസ്, അത് പിന്നെ ഇന്ന് നമ്മളുടെ... ഞാനല്ലേ പറയുന്നേ, നീ ജോലി ചെയ്യേ. വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ബുക്ക് വായിച്ചോണ്ടിരിക്കാം. വേണ്ട, ഞാൻ പിന്നെ ജോലി ചെയ്തോളാം. വാ. അല്ല, ഞാൻ പറയുന്നത് കേക്ക്. വന്നേ. ബോസേ,
പുതിയ പ്രോജക്റ്റിന്റെ ഷൂട്ടിംഗ് നന്നായി നടക്കട്ടെ. ചേട്ടാ, ചേട്ടന്റെ പ്രോഡക്റ്റ് ഷൂട്ടും ഇന്ന് തന്നെയല്ലേ? അതെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പൂർണിമ, പോയിട്ട് വരാം. അച്ഛൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് നമ്പർ 1 ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പൂർണിമ, നിന്റെ ഭർത്താവാണ് എന്നോട് മത്സരിക്കുന്നത്. നിന്റെ സപ്പോർട്ട് എപ്പോഴും അവനായിരിക്കണം. ഇല്ലച്ചാ, ഞാൻ എപ്പോഴും അച്ഛനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. എന്താന്ന് വെച്ചാ അച്ഛൻ സഹായമാണ് ചെയ്യുന്നത്. ഏട്ടൻ അതൊരു ബിസിനസ്സാണ്. അച്ഛന്റെ ഉദ്ദേശം നല്ലതിനാണെന്ന് എനിക്കറിയാം. താങ്ക് യു. സിദ്ധാർത്ഥ്, എഴുന്നേൽക്ക് സിദ്ധാർത്ഥ്. 2 മിനിറ്റോ? സിദ്ധാർത്ഥ് എഴുന്നേൽക്ക് സിദ്ധാർത്ഥ്. 3 മിനിറ്റോ? സിദ്ധാർത്ഥ് എഴുന്നേൽക്ക് സിദ്ധാർത്ഥ്. 5 മിനിറ്റോ? എഴുന്നേൽക്കുന്നുണ്ടോ ഇല്ലയോ? എഴുന്നേൽക്ക് സിദ്ധാർത്ഥ്, എഴുന്നേൽക്ക്. എഴുന്നേറ്റ് വാ ഇങ്ങോട്ട്. സിദ്ധാർത്ഥ് എഴുന്നേൽക്ക് സിദ്ധാർത്ഥ്. എഴുന്നേൽക്ക് സിദ്ധാർത്ഥ്, സമയായി. സിദ്ധാർത്ഥ് എഴുന്നേൽക്ക്. അയ്യോ അമ്മേ, അതിങ്ങ് തന്നെ, ഞാൻ തൂക്കാം. ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? 2 ദിവസത്തേക്ക് നീ ഒരു ജോലിയും ചെയ്യണ്ട. നീ പോയേ. അപ്പു ഇതുവരെ എഴുന്നേറ്റില്ലേ? അപ്പു മോനെ, അപ്പു എഴുന്നേക്ക്, വേഗം എഴുന്നേക്ക്. എണീക്കപ്പൂ, മുത്തശ്ശൻ പൂജ തുടങ്ങി. പോയില്ലെങ്കിൽ വഴക്ക് കിട്ടുമെന്ന് അറിയാലോ. എഴുന്നേക്ക്, പോ അപ്പു. എനിക്ക് ഒരു പെൺകുട്ടി ഇഷ്ടമാണ്. കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അവളെ മാത്രമേ കഴിക്കൂ. അവിടെ അമ്പലത്തിൽ നിന്റെ ചേട്ടൻ ഏതോ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുകയാ. പിങ്കി, നീ ഇപ്പോഴും വിഷമത്തിലാണോ? പറഞ്ഞല്ലേ, ഞാൻ കൂടെ ഉണ്ട്. ശരി, വാ, നമുക്ക് അടുത്ത് എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങിയിട്ട് വരാം. നിനക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിലേ നിന്നെ ഞാൻ അരിഞ്ഞു കളയും. കേട്ടിട്ടുള്ള ശബ്ദം പോലെ ഉണ്ടല്ലോ. അളിയ, കടയിൽ ആളുകൾ വന്നിട്ടുണ്ടാവും, നീ പോ. ഇപ്പോഴും പോ. ഇതെന്താ പിങ്കിമോളെ, മഴയത്ത് അശോകവനത്തില് സീത ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നത്? എഴുന്നേറ്റ് അകത്തോട്ട് വാ മോളെ, എഴുന്നേറ്റ് വാ, അകത്തോട്ട് പോ. പോട്ടെ പോട്ടെ, നല്ല മോള് തന്നെ. എന്തോടി മരുമോളെ, ഇതെങ്ങോട്ടായി പോകുന്നേ? എന്റെ വീട്ടിലേക്ക് പോവാമേ. എന്താ ഇത്ര സന്തോഷമുള്ള കാര്യം? ഓഹോ, നവദമ്പതികളെ കാണാൻ വേണ്ടിയായിരിക്കും അല്ലേ? എന്റെ പൊന്നു ഭാര്യയെ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്റെ പൊന്നു മരുമോളെ, എന്ത് കാരണത്തിനാണ് നീ ഇപ്പോ നിന്റെ അമ്മയുടെ വീട്ടിൽ പോകുന്നത്? അവിടെ പോയി അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേ അച്ഛാ? നമ്മൾ ഇവിടെ ഇരുന്ന് പ്ലാൻ ചെയ്തോണ്ടിരുന്ന ഒരു തരി പോലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടാ ഈ പുതിയ ടാസ്ക്. പുതിയ ടാസ്കോ? അതെന്താ സന്ധ്യ? നമുക്ക് സ്വത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി ഇമോഷണൽ കാർഡ് ഇറക്കി കളിക്കണം. അതായത് ഡ്രാമ നടത്തണം. കോടതിയും കേസുമായിട്ടൊക്കെ നടന്ന് വെറുതെ അച്ഛന്റെ പണം കളയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാ ഈ റൂട്ട്. ബുദ്ധിശാലി തന്നെ. മോനെ പ്രസാദേ, നീയും അവളോടൊപ്പം അമ്മയുടെ വീട്ടിൽ പൊയ്ക്കോ.
ഇമോഷണൽ കാർഡ് നന്നായിട്ട് ഇറക്കി കളിച്ചോ. ആ അച്ഛാ, അത് ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, ക്ലയന്റ് മീറ്റിംഗ് വേറൊരു ദിവസം ഷെഡ്യൂൾ ചെയ്യാൻ പറയാം. ഞാൻ സന്ധ്യയിലൂടെ പോയിട്ട് വരാം അച്ഛാ. ആ പോവാം സന്ധ്യ. അപാര ബുദ്ധിശാലിയാ നമ്മുടെ മരുമോള്. സ്വന്തം വീട്ടിൽ തന്നെ കുഴി തോണ്ടാൻ പോയിരിക്കുന്നു. മരുമോളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കണം. നൈസ് സെറ്റപ്പ്. ബട്ട് നമ്മുടെ ഷൂട്ടിന്റെ ഔട്ട്പുട്ട് വളരെ വലുതായിരിക്കണം. Of course, bro. Sorry, sir. It's my dream project. I know. Oh, hope Monica here is on time. Yeah, already call ചെയ്തിരുന്നു ഞാൻ. She'll be here in a while. I think she came. Yeah. അബി, ബ്രോ, അവരുടെ ആർട്ട് ഷൂട്ട് ഇവിടെ നടക്കുന്നത്. എല്ലാം ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം അറിയുന്നത്. ഞാൻ മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ വേറെ സ്ഥലം നോക്കുമായിരുന്നു. ബ്രോ, ഷീസ് ഹിയർ. പ്രഭു, വെൽക്കം. Glad to meet you. Thank you. Thank you so much. If you don't mind, we can start the shoot. Yeah, sure. Please come. One second. മാധവൻ sir? ഹലോ മാധവൻ sir. സുഖായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. എന്റെ അമ്മ സാറിന്റെ വലിയൊരു ഫാനാ. ഓ, അല്ല, നിങ്ങൾ മോണിക്കയാണോ? യാ. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ അമ്മയോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കൂ. ഷുവർ സർ. സോ നൈസ് ഓഫ് യു സർ. ഒരു ഷൂട്ട് ഉണ്ട്, അത് കഴിഞ്ഞ് മീറ്റ് ചെയ്യാം സർ. ഓ, ഷുവർ. സർ, നമസ്കാരം സർ. വരൂ വരൂ സർ, വരൂ. ഏയ്, വേണ്ട വേണ്ട. ആഹാ, ഇത് വെറുമൊരു ഗരം മസാല മാത്രമല്ല. എന്റെ ലൈഫ് സ്റ്റൈലിൽ അവിടെയും ഇവിടെയും ഒക്കെ പോയി ക്ഷീണിച്ച് ഞാൻ വീട്ടിലെത്തുമ്പോൾ ഈ ഗരം മസാല ഉപയോഗിച്ചാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഈ ഗരം മസാല അത്രയ്ക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്കോ? ഈ പ്രോഡക്റ്റ് ഞങ്ങളുടെ ബിസിനസ് അല്ല, ഇത് എത്രയോ സ്ത്രീകളുടെ പരിശ്രമമാണ്. ഈ സാമ്പാർ പൊടി ഉപയോഗിച്ച് നിങ്ങൾ പാചകം ചെയ്തു കഴിഞ്ഞാൽ എത്രയോ സ്ത്രീകളുടെ ജീവിതം രക്ഷപ്പെടും. ഇതിന്റെ വിലയെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട. വെറും 5 രൂപയുടെ പാക്കറ്റിലും ഇത് കിട്ടും. ഏയ് സന്ധ്യ, ഏട്ടാ, ഏട്ടാ. ആരാത്? ഏട്ടാ, ആ വിളിച്ചോടിയുള്ള ശബ്ദം പോലെ ഉണ്ടല്ലോ. അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ എന്തിനാ തിരിച്ചിങ്ങോട്ട് വന്നേ? അന്നത്തെ പൂജ കൊണ്ട് നിനക്ക് തൃപ്തിയായില്ലേ? നോക്ക്, ഞാൻ നിങ്ങളോട് സംസാരിക്കാനല്ല വന്നത്. ഒന്നും മിണ്ടാതിരിക്കാമോ? എന്നോട് മാത്രമല്ല, ഈ വീട്ടിലെ മറ്റാരോടും തന്നെ നീ സംസാരിക്കാൻ പാടില്ല. ഒരിക്കൽ കൂടെ നീ ഇങ്ങോട്ട് വന്നാ പൂടിക്ക് കുത്തിപ്പിടിച്ചാൻ പുറത്തേക്ക് വലിച്ചെറിയും. ഹലോ ഹലോ, എന്താ ഇത്? എന്ത് ചെയ്യുന്ന?
വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞാലേ മാനനഷ്ടത്തിന് നിങ്ങൾക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും കോർട്ടില്. വലിയ ആളാണല്ലോ. ചെയ്യുന്നത് ടൈപ്പ് റൈറ്റിംഗ് ജോലിയാ. സംസാരം കേട്ടാലോ വലിയ വക്കീലിനെ പോലെയാ. എടാ, നിനക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം പോയി ചെയ്തോ. നോക്ക്, എന്റെ ഭർത്താവിനെ അങ്ങനെ പറഞ്ഞാൽ വെറുതെ ഇരിക്കില്ല. എന്ത് ചെയ്യൂടി നീ? എന്ത് ചെയ്യൂന്ന്? ഇവന്റെ അച്ഛനെ ഞാൻ വിടില്ല. പിന്നെ ഞാൻ ഇവനെ വെറുതെ വിടുമെന്നാണോ? അതെ, ഒന്ന് നോക്കിയേ. ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നതേ നിങ്ങളോട് വഴക്കുണ്ടാക്കാനായിട്ടല്ല. സന്ധ്യ, ഏട്ടാ ഇത് കണ്ടില്ലേ? ഞാൻ എപ്പോ ഇവിടേക്ക് വന്നാലും ഇങ്ങനെയാ. മുത്തച്ഛ തൽക്കാലം ഒന്നും മിണ്ടാതിരിക്കുക. ഞാൻ മിണ്ടായിരുന്നോണ്ടാ ഇവള് വീടിന്റെ മാനം കെടുത്തിട്ട് തന്നെ പോയത്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നതല്ലെന്ന് പറഞ്ഞതല്ലേ? ഒന്ന് വാ അടച്ച് അകത്തേക്ക് പോ. എന്ത് അഹങ്കാരമാടി നിനക്ക്? അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് പോയിട്ടും നിന്റെ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ലല്ലേ? നിന്നെ ഞാൻ മുത്തച്ഛ വേണ്ട, വെറുതെ ടെൻഷൻ ആവരെന്ന് പറഞ്ഞാലും കേക്കില്ല. ഇപ്പൊ കണ്ടില്ലേ? പ്ലീസ് മുത്തച്ഛ വാ, വാ ഇങ്ങോട്ട്. അവരോട് ഞാൻ സംസാരിച്ചോളാം. നീ എന്നെ വിടടാ. എന്നെ വിട് മുത്തച്ഛ. ബഹളം ഉണ്ടാക്കാതെ അവളെ ഞാനൊരു വഴിയാക്കാതെ വിടില്ല. മുത്തച്ഛ വെറുതെ ടെൻഷൻ ആവണ്ട. അവരുടെ സമാധാനം സംസാരിച്ച് ഞാൻ പറഞ്ഞു വിട്ടോളാം. നോക്ക്, അവൾ ഈ വീട്ടിനെ രണ്ടാക്കും, മനസ്സിലായോ? നിന്നെ സ്വാധീനിച്ച് അവൾ ഈ വീട്ടിനകത്ത് കയറാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. എന്നാൽ യാതൊരു കാരണവശാലും അവളെ ഈ വീട്ടിനകത്തേക്ക് കയറ്റരുത്, മനസ്സിലായില്ലേ നിനക്ക്? ശരി മുത്തച്ഛ, മുത്തച്ഛ സമാധാനായിട്ടിരിക്കേ. അവരെ ഞാൻ പറഞ്ഞേച്ചോളാം. മുത്തച്ഛ എപ്പോഴും അങ്ങനെ തന്നെയാ, നിങ്ങൾ വിഷമിക്കണ്ട. അറിയാം, സന്ധ്യ പറഞ്ഞിട്ടുണ്ട്. അല്ല ഏട്ടാ, എന്നെ എന്ത് വേണമെങ്കിലും പറയട്ടെ, പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടാ ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്ന മരുമകനോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? പ്രസാദ്, ഞങ്ങളോട് ക്ഷമിക്കേ. എന്റെ അമ്മാവന് കുറച്ച് ദേഷ്യം കൂടുതലാ, പക്ഷെ നല്ല മനസ്സാ. എന്ത് നല്ലത്! ഏട്ടനെ ഒന്ന് വിഷ് ചെയ്തിട്ട് പോവാന്ന് കരുതി വന്നപ്പോ വഴക്ക് പറയുവാണോ? മുത്തശ്ശന്റെ കാര്യം വിട്. എന്താ ഏട്ടാ ഇത്? ആകെയുള്ള ഒരു പെങ്ങളാ, ഒരു വാക്ക് പോലും പറയാതെ കല്യാണം കഴിച്ചു കളഞ്ഞില്ലേ? സോറി മോളെ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, അതുകൊണ്ടാ പറയാൻ പറ്റാത്തെ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പുറത്തുള്ള ആളല്ലേ. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അപ്പുവിന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് എന്നോട് പോലും പറഞ്ഞില്ല. അല്ലെങ്കിൽ നിന്നോട് പറയാതിരിക്കോ? എന്തായാലും കഴിഞ്ഞല്ലോ, ഇനി പറഞ്ഞിട്ടെന്താ? കല്യാണത്തിനോ വിളിച്ചില്ല, അറ്റ്ലീസ്റ്റ് ഏട്ടത്തിയെ പരിചയപ്പെടുത്തിയെങ്കിലും തന്നൂടെ? ഇതാണ് ശ്രീലക്ഷ്മി, എന്റെ ഭാര്യ. ഹായ് ഏട്ടത്തി, എന്റെ പേര് സന്ധ്യ, ഏട്ടന്റെ ഒരേ ഒരു പെങ്ങളാ. ഹായ്. ഇത് എന്റെ ഹസ്ബൻഡാ, പേര് പ്രസാദ്. നമസ്കാരം. നമസ്കാരം. അല്ല, രണ്ടുപേരും അടുത്ത് നിന്ന് മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഇത് വാങ്ങിച്ചോ, എന്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ്. എന്താ മോളെ ഇത്? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒന്ന് വാങ്ങിക്കണ്ട ഏട്ടാ. കൺഗ്രാറ്റുലേഷൻസ്, ഹാപ്പി മാരീഡ് ലൈഫ്. സന്ധ്യ, നിങ്ങൾ രണ്ടുപേരും ഫ്രീ ആണെങ്കിൽ നമുക്ക് ഭക്ഷണം ഉച്ചയ്ക്ക് പുറത്തുനിന്നാവാം. എന്താ ബോസേ? വേണ്ട ഏട്ടാ, ഏട്ടത്തി വീട്ടിൽ വന്നതല്ലേ ഉള്ളൂ. ഏട്ടത്തി കാലെടുത്ത് വെച്ചതും നമ്മളൊക്കെ ഒന്നായില്ലേ, പിന്നെ ഹോട്ടലൊക്കെ എന്തിനാ? ഈ വീട്ടിൽ തന്നെ ഒന്നിച്ചിരുന്ന് നമുക്ക് ആഹാരം കഴിക്കാം, അല്ലേ അമ്മേ? ആ ദിവസം വേഗം വരട്ടെ മോളെ. എന്താ അമ്മ ഇത് എല്ലാത്തിനും കരയുന്നേ? ഇത്രയും നേരം നമുക്ക് സംസാരിക്കാനെങ്കിലും സമയം കിട്ടിയില്ലേ, അതിൽ സന്തോഷിക്ക. ഞങ്ങൾ ഇറങ്ങട്ടെ.